CUET GK എന്നാൽ അൺലിമിറ്റഡ് GK എന്നല്ല, പകരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് സെലക്ട് ചെയ്ത് പഠിക്കുന്നതിലാണ്. നമുക്ക് നോക്കുമ്പോൾ അവസാനത്തെ ഒരു വർഷത്തെ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ന്യൂസുകൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ ജോഗ്രഫി പോലുള്ള സബ്ജക്റ്റിൻ്റെ ഫണ്ടമെന്റൽസ് നമുക്കൊന്ന് മനസ്സിലാക്കണം. 10th ലെവൽ ബേസിക് സയൻസ് നമ്മളൊന്ന് നോക്കണം. ഹിസ്റ്ററിയുടെയും ഫണ്ടമെന്റൽസ് നമുക്ക് നോക്കണം. പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിൽ പഠിക്കേണ്ട വേറൊരു ഏരിയയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ അമെൻമെൻറ്റ്സ് പോലുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം CUET GK നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കോൺസെപ്റ്റ് മാത്രം വായിച്ചാൽ പോരാ. അവിടെ നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യേണ്ടത് സ്മാർട്ടായിട്ടുള്ള റിവിഷൻ സ്ട്രാറ്റജിയും മാക്സിമം MCQ സോൾവ് ചെയ്യുന്നതുമാണ്. അത് തന്നെയാണ് നമ്മൾ ട്യൂട്ടോറിയത്തിൽ ചെയ്യുന്നത്. അപ്പം CUET GK പഠിച്ചാൽ മാത്രം ക്ലിയർ ആകുന്നൊരു കാര്യമല്ല, പകരം സ്മാർട്ടായിട്ട് റിവിഷൻ ചെയ്താൽ കൂടി പോകുന്നതാണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അറിയാൻ വേണ്ടി ഈ ചാനൽ ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്